ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മൂവി മാനിയ മലയാളത്തിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് വീണ്ടും സ്വാഗതം. എക്കോ എന്ന ചിത്രം തിയേറ്റർ റിലീസിന് ശേഷം ഇപ്പോൾ OTTയിലും തരംഗം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. ചിത്രം തിയേറ്റർ റിലീസായ സമയത്തും OTT റിലീസ് ആയതിനു ശേഷവും ഞാൻ വീഡിയോകൾ ചെയ്തിട്ടുണ്ട്. സോ എൻ്റെ വീഡിയോയുടെ താഴെ ചില കമൻറ്റുകളായും മറ്റ് ചില വീഡിയോകളിലും ഞാൻ കണ്ടിരിക്കുന്ന കാര്യമാണ് സിനിമയുടെ എൻഡിങ്ങിനെ കുറിച്ച് പലരും തെറ്റായിട്ട് ഒരു കാര്യം മനസ്സിലാക്കിയിരിക്കുന്നത്. സോ ആ ഒരു കാര്യത്തെക്കുറിച്ചാണ് ഈ ഒരു വീഡിയോയിലൂടെ എനിക്ക് മനസ്സിലായിട്ടുള്ള കാര്യങ്ങൾ വെച്ചുകൊണ്ട് എക്സ്പ്ലെയിൻ ചെയ്യാനായി ശ്രമിക്കുന്നത്. വീട്ടിലേക്ക് കിടക്കുന്നതിന് മുമ്പ് തീർച്ചയായിട്ടും ഈ പറയാൻ പോകുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് സ്പോയിലറായി പോകണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ചിത്രം നിങ്ങൾ കണ്ടിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്താൻ ശ്രമിക്കുക. കണ്ടതിന് ശേഷം മാത്രം തുടർന്നുള്ള വീഡിയോ കാണാൻ ശ്രമിക്കുക. നമുക്ക് നേരെ വീഡിയോയിലേക്ക് വരാം. എന്താണ് ആ ഒരു തെറ്റിദ്ധാരണ എന്ന് നോക്കിയാൽ, സിനിമയുടെ ഏറ്റവും ഒടുവിൽ പിയൂസ് മ്ലാത്തിച്ചേട്ടത്തിയുടെ അടുത്തേക്ക് വരുന്ന സമയത്ത് അവിടെ വെച്ച് ഒരു മുളപ്പാത്രം കിട്ടുകയും ആ മുളപ്പാത്രത്തിൽ ചോറിന്റെ കുറച്ച് അംശങ്ങൾ ഇരിക്കുന്നതായും പിയൂസ് അതെടുത്ത് മണത്ത് നോക്കുന്നതായും കാണാം. ഇതിലൂടെ ആ ചോറിൽ വിഷം കലക്കിയാണ് മ്ലാത്തിച്ചേട്ടത്തി കുര്യച്ചന് കൊടുത്തതെന്നും അതിലൂടെ കുര്യച്ചനെ മ്ലാത്തിച്ചേട്ടത്തി കൊന്നുവെന്നും അതുകൊണ്ടാണ് മ്ലാത്തിച്ചേട്ടത്തി ആ സമയം അവിടെ ഇരുന്ന് ചിരിക്കുന്നതെന്നും കൂടാതെ കുര്യച്ചൻ മരിച്ചിട്ടുണ്ട്, അതുകൊണ്ട് കാട്ടിലുള്ള എല്ലാ പട്ടികളും അവസാന ഷോട്ടിൽ അങ്ങോട്ടേക്ക് വരുന്നതായി കാണിച്ചിരുന്നു എന്നാണ് പലരും പറയുന്നത്. എന്നാൽ ഇത് തെറ്റായിട്ടുള്ള കാര്യമാണെന്നും എന്തുകൊണ്ടാണ് ഇങ്ങനെ കരുതുന്നതെന്നുമാണ് ഇനി വിശദീകരിക്കാനായി പോകുന്നത്. ഒന്നാമത്തത്, ആ പാത്രത്തിൽ ആ ചോറിൽ വിഷമുണ്ടാകാനുള്ള ചാൻസേ ഇല്ല. കാരണം വിഷമുണ്ടായിരുന്നുവെങ്കിൽ തീർച്ചയായിട്ടും അത് മണത്തതിനു ശേഷം പിയൂസ് ആദ്യം ചെയ്യുന്നത് മ്ലാത്തിച്ചേട്ടത്തിയുടെ അടുത്ത് പോയി ആ വിഷത്തെപ്പറ്റി ചോദിക്കേണ്ടതാണ്. ആ വിഷം കലർത്തിയ ചോറ് ആർക്ക് വേണ്ടി തയ്യാറാക്കിയതാണ്? ചേട്ടത്തിക്ക് വേണ്ടിയാണോ? ചേട്ടത്തി ആ വിഷം കഴിച്ചിട്ടുണ്ടോ? ഇനി അതല്ല മറ്റാർക്കെങ്കിലും വേണ്ടി തയ്യാറാക്കിയതാണോ? ഇങ്ങനെയുള്ള സംശയങ്ങൾ പിയൂസിന്റെ മനസ്സിലേക്ക് വരേണ്ടതും ഈ കാര്യങ്ങൾ എല്ലാം തന്നെ ഉടനെ പിയൂസ് ചേട്ടത്തിയുടെ അടുത്തേക്ക് പോയി ചോദിക്കേണ്ടതുമാണ്. എന്നാൽ നമ്മൾ സിനിമയിൽ കാണുന്നത് ആ മുളപ്പാത്രത്തിലെ ചോറ് മണപ്പിച്ചതിന് ശേഷം പിയൂസ് നേരെ മ്ലാത്തിച്ചേട്ടത്തിയുടെ അടുത്തേക്ക് പോയി മറ്റ് വിശേഷങ്ങൾ പങ്കുവെക്കുന്നതായിട്ടാണ്. അതിനർത്ഥം അതിൽ വിഷമൊന്നുമില്ല. പിയൂസ് അതെടുത്ത് മണപ്പിക്കുന്നുണ്ടെങ്കിലും അതിൽ വിഷമൊന്നുമില്ലെന്ന് മനസ്സിലാക്കുകയും മ്ലാത്തിച്ചേട്ടത്തിയെ കാണുകയും നേരെ അവരുടെ അടുത്തേക്ക് പോയി മറ്റ് കാര്യങ്ങൾ മാത്രം സംസാരിക്കുകയുമാണ് ചെയ്യുന്നത്. പകരം വിഷം ഉണ്ടായിരുന്നുവെങ്കിൽ തീർച്ചയായിട്ടും ഇത്തരം സംശയങ്ങൾ പിയൂസ് ചോദിച്ച് മനസ്സിലാക്കാനായിരുന്നു, അല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾ അറിയാനായിരുന്നു പിയൂസ് ശ്രമിക്കേണ്ടിയിരുന്നത്. അതുകൊണ്ട് തന്നെ അതിൽ വിഷം ഉണ്ടാകാനുള്ള ചാൻസേ ഇല്ല. കൂടാതെ കഴിഞ്ഞ വീഡിയോയിലെ ഞാൻ പറഞ്ഞിരുന്ന കാര്യമാണ്, അതായത് ഈ സിനിമയുടെ തുടക്കത്തിൽ തന്നെ പിയൂസ് അങ്ങനെ ഒരു മുളപ്പാത്രം കാണുന്നുണ്ട്. മുറ്റം അടിച്ചു വാരുന്ന സമയത്ത് അങ്ങനെ ഒരു മുളപ്പാത്രം കാണുകയും അതെടുത്ത് കളയുകയുമാണ് ചെയ്യുന്നത്. അതായത് പിയൂസിന് മുളപ്പാത്രത്തിൽ ഇങ്ങനെ ചോറ് തയ്യാറാക്കുന്ന ഒരു രീതി ഉണ്ടെന്ന് അറിയുകയില്ലായിരിക്കും. കൂടാതെ മ്ലാത്തിച്ചേട്ടത്തി അങ്ങനെയുള്ള മുളപ്പാത്രങ്ങൾ പട്ടികൾ തിരിച്ചു കൊണ്ട് വന്നതിന് ശേഷം കഴുകിയതിനു ശേഷമായിരിക്കാം അവിടെ വെച്ചിട്ടുണ്ടാവുക. സോ പിയൂസിന് ഇങ്ങനെ മുളപ്പാത്രത്തിന്റെ കാര്യങ്ങളൊന്നും അറിയാത്തത് കൊണ്ടായിരിക്കാം പട്ടികൾ എവിടെയെന്നോ കൊണ്ടുവന്നിട്ടു എന്ന രീതിയിൽ ആ മുളപ്പാത്രം എടുത്ത് കളയുന്നതായി ചിത്രത്തിന്റെ തുടക്കത്തിൽ തന്നെ കാണിച്ചത്. സോ ഇവിടെ വെച്ച് സിനിമയുടെ അവസാന ഭാഗത്ത് ഇങ്ങനെ ആ മുളപ്പാത്രം കിട്ടുന്ന സമയത്ത് അതിൽ ചോറ് കണ്ടുകൊണ്ട് അത് നോക്കുകയും ഇനി ഒരുപക്ഷെ അതിൽ വിഷമുണ്ടോ എന്ന സംശയത്തിൽ അത് മണത്ത് നോക്കുകയും ചെയ്തിരിക്കാം. എന്നാൽ വിഷമില്ലാത്തത് കൊണ്ടാണ് ആ പാത്രം അവിടെ ഉപേക്ഷിച്ചതിന് ശേഷം മ്ലാത്തിച്ചേട്ടത്തിയോട് മറ്റ് കാര്യങ്ങൾ സംസാരിക്കാനായി പിയൂസ് അങ്ങോട്ടേക്ക് ചെല്ലുന്നതായി കാണിക്കുന്നത്. പകരം വിഷം ഉണ്ടായിരുന്നുവെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മറ്റ് കാര്യങ്ങൾ സംസാരിക്കാതെ ആദ്യം തന്നെ വിഷത്തെക്കുറിച്ചായിരിക്കണം മ്ലാത്തിച്ചേട്ടത്തിയോട് പിയൂസ് സംസാരിക്കേണ്ടിയിരുന്നത്. അതുകൊണ്ട് തന്നെ 100% ആ ഒരു പാത്രത്തിൽ വിഷമില്ലായിരുന്നു എന്ന് നമുക്ക് ഉറപ്പിക്കാം. ഇനി രണ്ടാമത്തത്, മ്ലാത്തിച്ചേട്ടത്തി അങ്ങോട്ടേക്ക് ബൈനോക്കുലറിലൂടെ നോക്കി ചിരിക്കുന്നത് കുര്യച്ചൻ മരിച്ചത് കണ്ടുകൊണ്ടാണ് എന്നാണ് പലരും പറയുന്നത്. എന്നാൽ ഇവിടെ കുര്യച്ചൻ മരിച്ചത് കണ്ടുകൊണ്ടല്ല, കുര്യച്ചൻ തന്റെ തടവറയിൽ കിടക്കുന്നത് കണ്ടുകൊണ്ടാകാം മ്ലാത്തിച്ചേട്ടത്തി ചിരിക്കുന്നത്. കൂടാതെ ഇവിടെ മാത്രമല്ല, ഞാൻ കഴിഞ്ഞ വീഡിയോയിലെ പറഞ്ഞിരുന്ന കാര്യമാണ്, സിനിമയുടെ തുടക്കത്തിലും മ്ലാത്തിച്ചേട്ടത്തി ആ ഒരു ഭാഗത്തേക്ക് നോക്കി ചിരിക്കുന്നതായി കാണിച്ചിരുന്നു. അതായത് സിനിമയുടെ തുടക്ക ഭാഗത്ത് തന്നെ പിയൂസ് അരുവിയിൽ കുളിച്ച് തിരിച്ചു വരുന്ന സമയത്ത് മ്ലാത്തിച്ചേട്ടത്തി വീടിന്റെ ആ ഒരു പടിയിലിരുന്നു കൊണ്ട് മ്ലാത്തിച്ചേട്ടത്തി അവസാനം ബൈനോക്കുലർ വെച്ച് നോക്കുന്ന ആ ഒരു പാറയുടെ ഭാഗത്തേക്ക് നോക്കിക്കൊണ്ട് ചിരിക്കുന്നതായി കാണാം. അതായത് മ്ലാത്തിച്ചേട്ടത്തി ഇവിടെ വെച്ച് ചിരിക്കുന്നത് കുര്യച്ചനെ താൻ തടങ്കലിലാക്കിയിരിക്കുന്ന ആ ഒരു ഭാഗത്തേക്ക് നോക്കി കുര്യച്ചൻ അവിടെ തടങ്കലിലുണ്ടല്ലോ എന്നുള്ള സന്തോഷത്തിലാണ് ചിരിക്കുന്നത്. സിനിമയുടെ അവസാന ഭാഗത്ത് ബൈനോക്കുലറിലൂടെ അത് കണ്ടുകൊണ്ടും കുര്യച്ചൻ തന്റെ തടങ്കലിൽ കഴിയുന്നത് കണ്ടുകൊണ്ടുമാണ് ചിരിക്കുന്നത്. ഇവിടെ വെച്ച് മാത്രമാകില്ല, പിയൂസ് ചന്തയിലേക്ക് പോകുന്ന സമയത്താണ് മ്ലാത്തിച്ചേട്ടത്തി കഞ്ഞി വെക്കുന്നതായി കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ സമയങ്ങളിലായിരിക്കണം മ്ലാത്തിച്ചേട്ടത്തി പട്ടികളുടെ കയ്യിൽ മുളപ്പാത്രത്തിലാക്കി ചോറ് കുര്യച്ചന് കൊടുത്തയക്കുന്നത്. സോ ഈ സമയം പിയൂസ് ചന്തയിലേക്ക് പോയിരിക്കുന്ന മിക്ക ദിവസങ്ങളിലും മ്ലാത്തിച്ചേട്ടത്തി ആ പാറയുടെ പുറത്ത് വന്നിരിക്കുകയും ബൈനോക്കുലറിലൂടെ കുര്യച്ചന് പട്ടികൾ ഭക്ഷണം കൊണ്ട് കൊടുക്കുന്നത് കാണുകയും തന്റെ തടവറയിൽ കുര്യച്ചൻ കിടക്കുന്നത് കണ്ട് സന്തോഷിക്കുകയും ചെയ്തിരിക്കാം. കൂടാതെ തുടക്കത്തിലെ ഈ സീനിൽ മ്ലാത്തിച്ചേട്ടത്തി ചിരിക്കുന്നതായി കാണിച്ചതും 2 ദിവസം മുന്നേ പിയൂസ് പറഞ്ഞതനുസരിച്ച് അന്ന് പിയൂസ് പോസ്റ്റ് ഓഫീസിലേക്ക് പോകുന്നത് കൊണ്ട് തനിക്കന്ന് കുര്യച്ചന് ചോറ് വെച്ച് കൊടുക്കാൻ സാധിക്കുമെന്നും കൂടാതെ സ്വസ്ഥമായി കുര്യച്ചൻ ആ ഒരു തടങ്കലിൽ കിടക്കുന്നത് ബൈനോക്കുലറിലൂടെ കണ്ട് ആസ്വദിക്കാനും കഴിയും എന്നുള്ള സന്തോഷത്തിലുമാകും.
അതുകൊണ്ട് തന്നെ മ്ലാത്തിച്ചേട്ടത്തി ബൈനോക്കുലറിലൂടെ നോക്കി ചിരിച്ചത് കുര്യച്ചന്റെ മരണം കണ്ടാകില്ല. സിനിമയുടെ തുടക്കത്തിൽ കാണിച്ചതുപോലെ അതേ ഭാഗത്തേക്ക് നോക്കി കുര്യച്ചൻ തന്റെ തടങ്കലിൽ കിടക്കുന്നത് കണ്ടും ഓർത്തുകൊണ്ടുമെല്ലാമാണ് മ്ലാത്തിച്ചേട്ടത്തി ആ ഭാഗത്തേക്ക് നോക്കി ചിരിക്കുന്നതായി കാണിച്ചത്. ഇനി മൂന്നാമത്തത് പട്ടികൾ. കുര്യച്ചൻ മരിച്ചതുകൊണ്ട് അവിടെയുള്ള എല്ലാ പട്ടികളും അങ്ങോട്ടേക്ക് വന്നുവെന്നാണ് പറയുന്നത്. എന്നാൽ അവസാന ഭാഗത്തെ ഷോട്ട് നോക്കുകയാണെങ്കിൽ ഏകദേശം 18 പട്ടികളെയാണ് ആ ഒരു ഷോട്ടിൽ നമുക്ക് കാണാനായി സാധിക്കുന്നത്. ഇനി ഈ ഷോട്ടിലെ കൂട്ടാതെ മറ്റു ഭാഗത്തും കുറച്ച് പട്ടികൾ നിൽക്കുന്നുണ്ടെന്ന് കരുതാം. എന്നിരുന്നാലും ഈ 18ന്റെ കൂടെ ഒരു 10 കൂട്ടി ഒരു 28ഓ 30ഓ പട്ടികൾ അവിടെ ഉണ്ടെന്ന് വേണമെങ്കിലും കരുതാം. സോ അങ്ങനെയായാലും കണക്ക് ശരിയാകില്ല. അതായത് ഏകദേശം 10-30 വർഷങ്ങൾക്ക് മുന്നെയാണ് മ്ലാത്തിച്ചേട്ടത്തി ആ കുഞ്ഞു പട്ടികളുമായി മലേഷ്യയിൽ നിന്നും കേരളത്തിലേക്ക് ഈ ഒരു സ്ഥലത്തേക്ക് എത്തിയിരിക്കുന്നത്. അവിടെ വെച്ച് മ്ലാത്തിച്ചേട്ടത്തി എന്ന സോയെ കാണിക്കുന്ന സമയത്ത് സോയ്ക്ക് 20ഓ 25ഓ വയസ്സ് മാത്രമാണ് പ്രായം. യോസിയുമായി നല്ല പ്രായ വ്യത്യാസമുണ്ട്. അവൾ വളരെ ചെറുപ്പമാണ്, മകളെ പോലെയാണെന്നെല്ലാം യോസിയെ പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മാക്സിമം ഒരു 25 വയസ്സ് അന്നുണ്ടെങ്കിൽ ഇന്ന് മ്ലാത്തിച്ചേട്ടത്തിയെ ഒരു 50ഓ 60ഓ വയസ്സുള്ള ആളായിട്ടാണ് കാണിച്ചിരിക്കുന്നത്. സോ ഏകദേശം ഒരു 30 വർഷങ്ങൾ കഴിഞ്ഞിരിക്കുന്നു. സോ അന്നത്തെ ആ കുഞ്ഞു പട്ടികളുടെ പരമ്പരയിലുള്ള പട്ടികളെയാണ് 10-30 വർഷങ്ങൾക്ക് ഇപ്പുറം കാണിച്ചിരിക്കുന്നത്. ഒരു പട്ടികളെ പോലും മ്ലാത്തിച്ചേട്ടത്തി പുറത്തേക്ക് ആർക്കും തന്നെ വളർത്താനായി കൊടുക്കുന്നില്ല എന്ന് പറയുന്നുണ്ട്. സോ 10-30 വർഷം കൊണ്ട് ആ പട്ടികൾ പെറ്റി പെരുകിയിട്ടുണ്ട്. അത് ഒരുപാട് എണ്ണം കാണണം. അതിൽ ഇനി കുറെ എണ്ണമെല്ലാം ചത്തുപോയിട്ടുണ്ടെന്നെല്ലാം കരുതുകയാണെങ്കിൽ കൂടി ഇവിടെ കാണിച്ചിരിക്കുന്ന 10ഓ 18ഓ എണ്ണമോ ഒന്നുമല്ല, അതിന്റെ എത്രയോ ഇരട്ടി പട്ടികളായിരിക്കണം അവിടെ ഉണ്ടാകേണ്ടത്. കൂടാതെ സിനിമയുടെ ഇടയ്ക്ക് വെച്ച് അശോകന്റെ ക്യാരക്ടർ പറയുന്നുണ്ട്, കാട്ടിലേക്ക് കയറുന്നതിനനുസരിച്ച് ഓരോ 100 അടിയിലും ഓരോ പട്ടികൾ പ്രത്യക്ഷപ്പെടുമെന്ന്. സോ അങ്ങനെ നോക്കുകയാണെങ്കിൽ കൂടി അവിടെ 10-100ലധികം പട്ടികളുടെ എണ്ണം വരേണ്ടതാണ്. അതല്ലാതെ ഈ ഒരു 10-20 പട്ടികളെ കൊണ്ട് ഈ പറഞ്ഞ രീതിയിൽ ഓരോ 100 അടിയിലും ഓരോ പട്ടികൾ ഉണ്ടാകും എന്നുള്ള രീതിയിൽ ആ ഒരു സ്ഥലം കവർ ചെയ്യാനായി സാധിക്കുകയില്ല. അതിന് ഒന്നുകൂടി ക്ലാരിറ്റി വരുത്തുന്നതിന് നമുക്ക് കണക്കിലൂടെ ഒന്ന് നോക്കാം. അതായത് അശോകന്റെ ക്യാരക്ടർ പറഞ്ഞതനുസരിച്ച് ഓരോ 100 അടിയിലും ഒരു പട്ടിയാണ് വരേണ്ടത്. ഇവിടെ ആകെ 10-18 പട്ടികളെ കാണിച്ചിട്ടുള്ളൂ. എങ്കിലും നമ്മളതൊരു 30 പട്ടിയായിട്ട് കണക്ക് കൂട്ടുകയാണെങ്കിൽ 3000 അടിയിലാണ് ഈ 30 പട്ടികൾ വരുന്നത്. അതായത് 3000 അടി നീളം എന്ന് വെച്ചാൽ ഏകദേശം 1 കിലോമീറ്റർ മാത്രമാണ് വരുന്നത്. സോ 1 കിലോമീറ്റർ നീളത്തിൽ തന്നെ 100 അടിയുടെ ഗ്യാപ്പിൽ നിൽക്കുകയാണെങ്കിൽ പോലും ഈ 30 പട്ടികൾ അങ്ങ് തീരും. അങ്ങനെ തന്നെ 4 ദിക്കിലേക്ക് നോക്കുകയാണെങ്കിൽ തന്നെ 100 പട്ടിക്ക് മുകളിൽ വേണ്ടി വരും. സിനിമയിൽ കാണിച്ചിരിക്കുന്നത് എത്രയോ കിലോമീറ്ററുകളോളം ദൂരം ഈ പട്ടികൾ കവർ ചെയ്യുന്നതായിട്ടാണ്. അങ്ങനെ നോക്കുമ്പോൾ ഇവിടെ അവസാന ഭാഗത്ത് കാണിച്ചിരിക്കുന്ന ആ വിരലിലുണ്ടാവുന്ന പട്ടികളുടെ എണ്ണം കൊണ്ട് മാത്രം ഈ പറയുന്നത് പോലെ ആ കാടിലുള്ള എല്ലാ ഭാഗങ്ങളും കവർ ചെയ്യാനായി സാധിക്കുന്നതേ അല്ല. അതുകൊണ്ട് തന്നെ കുര്യച്ചൻ മരിച്ചു, അതുകൊണ്ട് തന്നെ ആ കാട്ടിലുള്ള എല്ലാ പട്ടികളും ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ട് എന്ന് കരുതുന്നത് തെറ്റാണ്. പകരം ഇവരൊരു ഉയർന്ന സ്ഥലത്തിരിക്കുന്നത് കൊണ്ട് ഇവർ ഇരിക്കുന്നത് കാണാനും അറിയാനും സാധിക്കുന്ന ആ ഏരിയയിൽപ്പെട്ട കുറച്ച് പട്ടികൾ മ്ലാത്തിച്ചേട്ടത്തിയെ പിയൂസ് വല്ലതും ചെയ്താലോ എന്ന് കരുതി ചേട്ടത്തിയുടെ പ്രൊട്ടക്ഷനായി ഓടി വരുന്നത് മാത്രമാണ് നമ്മൾ അവിടെ കണ്ടത്. അല്ലാതെ കാട്ടിലുള്ള എല്ലാ പട്ടികളും അങ്ങോട്ടേക്ക് വന്നു എന്ന് കരുതുന്നത് തെറ്റാണ്. അതുകൊണ്ട് അത്തരത്തിൽ കുര്യച്ചൻ മരിച്ചു എന്ന് കരുതുന്നതും ശരിയല്ല. ഇനി നാലാമത്തത്, ഇതൊന്നുമല്ല, ഒരിക്കലും കുര്യച്ചനെ ഇത്ര എളുപ്പത്തിൽ ഒരു 6 വർഷം കൊണ്ട് മ്ലാത്തിച്ചേട്ടത്തി കൊന്നുകളയാനേ ചാൻസ് ഇല്ല. പോത്തൻ എന്ന ക്യാരക്ടർ പറയുന്നത് പോലെ കുര്യച്ചന്റെ ഒരു തടങ്കലിൽ ജീവപര്യന്തം അനുഭവിച്ച് കഴിഞ്ഞിരിക്കുകയാണ് മ്ലാത്തിച്ചേട്ടത്തി. ഏകദേശം ഒരു 10-30 വർഷമാണ് കുര്യച്ചൻ മ്ലാത്തിച്ചേട്ടത്തിയെ ചതിച്ചുകൊണ്ട് കള്ളൻ പറഞ്ഞുകൊണ്ട് തന്റെ തടങ്കലിലാക്കിയിരുന്നത്. അതുകൊണ്ട് തന്നെ അതിന് പ്രതികാരം ചെയ്യുന്ന സമയത്ത് വെറും ഒരു 6 വർഷം കൊണ്ട് ആ ഒരു പ്രതികാരം അങ്ങ് അവസാനിപ്പിച്ച് കുര്യച്ചനെ കൊന്നുകളയാമെന്ന് മ്ലാത്തിച്ചേട്ടത്തി ചിന്തിക്കാനേ ചാൻസ് ഇല്ല. പകരം ഈ പറഞ്ഞതുപോലെ ജീവിതാവസാനം വരെ കുര്യച്ചനെ ആ ഒരു തടങ്കലിൽ തന്നെ പാർപ്പിക്കാനും അത് ദിവസവും കണ്ട് സന്തോഷിക്കാനുമാണ് മ്ലാത്തിച്ചേട്ടത്തി ആഗ്രഹിക്കുന്നത്. ഇതല്ലാതെ മറ്റൊരു കാര്യം കൂടിയുണ്ട്. അതായത് മലേഷ്യയിൽ വെച്ച് കുര്യച്ചൻ സോയിയോട് വല്ല ബന്ധുക്കളോ വല്ല ഉണ്ടെങ്കിൽ അവിടെ കൊണ്ടുചെന്ന് ആക്കാമെന്ന് പറയുമ്പോൾ സോയി പറയുന്നുണ്ട് അങ്ങനെ ആരുമില്ല എന്ന്. അത് സോയിയുടെ കാര്യം മാത്രമാകാൻ ചാൻസ് ഇല്ല. പകരം യോസി അയക്കും ബന്ധുക്കളാരും ഇല്ല എന്നുള്ള അർത്ഥത്തിൽ തന്നെ ഇവർക്ക് 2 പേർക്കും ബന്ധുക്കളാരുമില്ല എന്നുള്ള അർത്ഥത്തിലായിരിക്കാം പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ജയിലിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയിട്ടുള്ള യോസിയ ഒറ്റപ്പെട്ടുകൊണ്ട്, സോയി ഇല്ലാതെ ഒറ്റപ്പെട്ടുകൊണ്ട് ഇവളെ തിരക്കി അലഞ്ഞു നടക്കുകയും ആരോരുമില്ലാതെ മരണപ്പെട്ടു പോവുകയും ചെയ്തിരിക്കാം. സോ അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെയും തന്റെ ഭർത്താവിനെയും വഞ്ചിച്ചിട്ടുള്ള ചതിച്ചിട്ടുള്ള കുര്യച്ചനോട് മ്ലാത്തിച്ചേട്ടത്തി പ്രതികാരം ചെയ്യുമ്പോൾ ഇതേപോലെ തന്നെ കുര്യച്ചനും ഒറ്റപ്പെട്ടുകൊണ്ട് ആരോരുമില്ലാതെ ആ ഒരു ഗുഹയിൽ കഴിയണമെന്നും അവിടെ കിടന്ന് നരകിച്ച് മരിക്കണമെന്നുമാകും മ്ലാത്തിച്ചേട്ടത്തി ആഗ്രഹിക്കുന്നത്. അതല്ലാതെ ഇത്രയും കൊല്ലം തന്നെയും തന്റെ ഭർത്താവിനെയും ചതിച്ചതുകൊണ്ട് ഒരു 6 വർഷം കൊണ്ട് അയാളെ അങ്ങ് കൊന്നു കളഞ്ഞേക്കാമെന്ന് മ്ലാത്തിച്ചേട്ടത്തി ചിന്തിക്കുകയില്ല. അതിപ്പോൾ കുര്യച്ചന് സഹായമായിട്ടുള്ള പിയൂസ് വന്നാലും ഇനി അതല്ല മറ്റാര് വന്നാലും ഇത്രയും പട്ടികളുടെ സംരക്ഷണം ഉള്ളത് കൊണ്ട് മ്ലാത്തിച്ചേട്ടത്തി കുര്യച്ചനോടുള്ള പ്രതികാരം പെട്ടെന്ന് അങ്ങ് അവസാനിപ്പിക്കാനേ ചാൻസ് ഇല്ല.
സോ ഇങ്ങനെ പല കാരണങ്ങൾ കൊണ്ട് ആ ഒരു ചോറിൽ വിഷം ഉണ്ടായിരുന്നുവെങ്കിൽ പിന്നീട് അങ്ങോട്ട് പിയൂസ് ആ ഒരു വിഷത്തെപ്പറ്റി ചോദിക്കേണ്ടതായിരുന്നു. അല്ലാതെ സിനിമയിൽ കണ്ടതുപോലെ ചിരിച്ചുകൊണ്ട് മറ്റു പല കാര്യങ്ങളുമല്ല സംസാരിക്കേണ്ടിയിരുന്നതെന്നും മ്ലാത്തിച്ചേട്ടത്തി അങ്ങോട്ടേക്ക് നോക്കി ചിരിച്ചത് കുര്യച്ചൻ മരിച്ചത് കൊണ്ടായിരിക്കില്ല. അങ്ങനെ അവിടേക്ക് നോക്കി ചിരിക്കുന്നത് സിനിമയിൽ മുന്നേ കാണിച്ചിട്ടുള്ളത് കൊണ്ട് കുര്യച്ചൻ തടങ്കലിലായത് കണ്ടുകൊണ്ടാണ് ചിരിക്കുന്നതെന്നും ആ പട്ടികൾ 10-30 വർഷം കൊണ്ട് പെരുകുന്നതിന്റെ എണ്ണം വെച്ച് നോക്കിയാലും അശോകൻ പറഞ്ഞ ഡയലോഗ് വെച്ച് നോക്കിയാലും അവസാന ഭാഗത്ത് കാണിച്ചിട്ടുള്ള ആ 10-20 പട്ടികൾ മാത്രമല്ല, അതിന്റെ എത്രയോ ഇരട്ടി പട്ടികൾ അവിടെ വർണ്ണമായിരുന്നുവെന്നും കൂടാതെ തന്നെയും ഭർത്താവിനെയും ചതിച്ചുകൊണ്ടും കൂടെ ജീവിച്ച തന്നെ 10-30 വർഷം വഞ്ചിച്ചത് കൊണ്ടും മ്ലാത്തിച്ചേട്ടത്തി പെട്ടെന്ന് കുര്യച്ചനെ അങ്ങ് കൊന്നുകൊണ്ട് അതങ്ങ് നിസാരമാക്കാൻ സാധ്യതയില്ല എന്നും കുര്യച്ചൻ അവിടെ കിടന്ന് നരകിച്ച് മരിക്കുന്നിടം വരെ മ്ലാത്തിച്ചേട്ടത്തി ഈ ഒരു കാര്യം ദിവസേന വാച്ച് ചെയ്യാനും അതിലൂടെ സന്തോഷിക്കാനും ചാൻസ് ഉണ്ടെന്നുമെല്ലാം കരുതാനും അതുകൊണ്ട് തന്നെ സിനിമയുടെ അവസാനം കുര്യച്ചൻ മരിച്ചിരിക്കാമെന്നുള്ള കാര്യം തെറ്റാണെന്നും പകരം മ്ലാത്തിച്ചേട്ടത്തിയുടെ തടങ്കലിൽ തന്നെ ആണെന്നുമാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. സോ എന്താണ് ഞാൻ ഈ പറഞ്ഞ കാര്യത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായമെന്ന് തീർച്ചയായിട്ടും വീഡിയോയുടെ കമന്റ് സെക്ഷനിൽ പെടുത്തുക. വീഡിയോയുടെ അവസാനിക്കുകയാണ്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക. വീഡിയോ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും വീഡിയോയുടെ കമന്റ് സെക്ഷനിൽ പെടുത്തുക. നമുക്ക് അടുത്ത എപ്പിസോഡിലൂടെ കാണാം. അതുവരെ ബൈ.